ഈ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഇനി വല്ല ബ്രെയിൻ ഡാമേജ് കൊണ്ട് സംഭവിക്കുന്നതാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിമുലേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണോ? ഉറക്കമില്ലായ്മ എന്നുള്ളത് പ്രൈമറി ഇൻസോംനിയാണ് സംഭവം. അതായത് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ പ്രൈമറി ഇഡിയോപ്പതിക് ഇൻസോംനിയ, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ. വേറൊന്ന് സെക്കൻഡറി ഇൻസോംനിയ. സെക്കൻഡറി ഇൻസോംനിയ വെച്ചാൽ പലതരം കാരണങ്ങൾ, പലതരം അസുഖങ്ങൾ, ശ്വാസമുട്ട്, വയറുവേദന, ഹാർട്ടിൻ്റെ ഡിസീസുകൾ, പാർക്കിൻസൺ, മോട്ടോ ന്യൂറോൺ ഡിസീസ്, അൽഷിമേഴ്സ്, അങ്ങനെ ധാരാളം അസുഖങ്ങൾ. ഏത് അസുഖങ്ങൾ കൊണ്ടും ഉറക്കക്കുറവ് വരാം. സെക്കൻഡറി കോസസ്. പനി വന്നാൽ നമുക്കന്ന് ഉറക്കം കിട്ടണമെന്നില്ല, വേദന വന്നാൽ ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ അതുപോലത്തെ ചില ആൾക്ക് സ്ഥിരമായിട്ട് അസുഖമുള്ളവരായിരിക്കും, അപ്പോൾ സ്ഥിരമായിട്ട് ഉറക്കക്കുറവുണ്ടാവും. സ്ഥിരമായിട്ട് ശ്വാസമുട്ടലായിരിക്കും, അവർക്ക് ഉറക്കം കിട്ടില്ല. അപ്പോൾ അതാണ് സെക്കൻഡറി കോസ് ഓഫ് ഇൻസോംനിയ. പല ഹോർമോണിൻ്റെ അസുഖങ്ങൾ, ഇപ്പോൾ ഈ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, അതുപോലെ തന്നെ തൈറോയ്ഡ് കൂടുക കുറയുക, അഡ്രിനാലിൻ്റെ, അതുപോലത്തെ ഈ കോർട്ടിസോളിൻ്റെ ലെവൽ, ഇങ്ങനെ പലതരം അസുഖങ്ങളുടെ പാർട്ടായിട്ട്, ഹോർമോണിൻ്റെ അസുഖമായിട്ട് പലതരം മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. അവർക്കും തന്നെ ചിലപ്പോൾ ഉറക്കം കൂടുക, ഉറക്കം കുറയുക. ആൽക്കഹോൾ കഴിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് മരുന്ന് കൂടുക, ഉറക്കം കൂടുക കുറയുക. സബ്സ്റ്റൻസ് അബ്യൂസ്, ഇപ്പോൾ ആംഫെറ്റമിൻ, മെഥാംഫെറ്റമിൻ, MDMA, അതുപോലത്തെ മരുന്നുകൾ കഴിക്കുന്ന ആളുണ്ട്. അവർക്കും ഇതുപോലെ അവരുടെ സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ വരാം, അതിൽ ചിലപ്പോൾ എക്സസീവ് സ്ലീപ്പ്നെസ് വരാം, ഉറക്കം കിട്ടാതെയാവുക, ഇങ്ങനെ പലതരം പ്രശ്നങ്ങളും വരാം. ഓക്കെ. അപ്പോൾ ഈ പ്രൈമറി ഇൻസോംനിയ അല്ലെങ്കിൽ പ്രത്യേക ഒരു കാരണമില്ലാത്ത ഇൻസോംനിയ ആണെങ്കിലും അവർക്ക് നമ്മുടെ ഒരു ബ്രെയിനിൽ എന്താ സംഭവിച്ചാൽ ബ്രെയിനിൻ്റെ ഫങ്ഷൻസൊക്കെ നോർമലായിട്ട് നടക്കും, പക്ഷെ അവർ പ്രൊഡക്റ്റീവ് ആവില്ല. അപ്പോൾ അവർക്ക് തന്നെ അവർ സ്ട്രെസ്ഡ് ആയിരിക്കും. അവർ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവർ BP കൂടുക, ഷുഗർ കൂടുക, അല്ലെങ്കിൽ മറ്റേ ഹൈപ്പർഗ്ലൈസീമിയ, അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം, അതായത് അവർ കൊളസ്ട്രോള്, ഷുഗർ, ട്രൈഗ്ലിസറൈഡ്, പ്രഷർ എല്ലാം കൂടി അവർക്ക് പെട്ടെന്നൊരു സഡൻ ഡെത്തിലേക്ക് അവർക്ക് പോകാൻ വരെ ചാൻസ് ഉണ്ട് ഈ ഉറക്കം ഇല്ലെങ്കിൽ. അപ്പോൾ ഉറക്കമില്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ടും നമ്മുടെ ഹെൽത്തുമായിട്ടും നമ്മുടെ ബോഡി ഫങ്ഷൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ഉറക്കം. ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആൾക്ക് ഒരു കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് ഹൈജീൻ വേണം. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് അവർക്ക് സ്ലീപ്പ് തുടങ്ങാനാണോ ബുദ്ധിമുട്ട്, അത് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണോ ബുദ്ധിമുട്ട്, അതോ നേരത്തെ എണീക്കലാണോ? അത് സ്ലീപ്പ് ഇനിഷ്യേഷൻ ഫേസ്, മെയിൻ്റനൻസ് ഫേസ് ആൻഡ് ഏർലി അറൗസൽ. രാവിലത്തെ ചില ആൾക്ക് 6 മണിക്ക് എണീക്കുന്ന ആൾ 3 മണിക്ക് എണീക്കും, പിന്നെ ആൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇതേതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതിന് പറ്റുന്ന സ്ലീപ്പ് സ്റ്റഡീസ് ഉണ്ട്. പോളിസോംനോഗ്രാഫി എന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഏത് ഫേസിലാണ് ഈ പ്രോബ്ലം മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇയാൾ ഉറങ്ങാത്തതെന്ന്, അല്ലെങ്കിൽ ഉറക്കം കിട്ടാൻ എന്തൊക്കെയാണ് മാർഗങ്ങളെന്ന് കണ്ടുപിടിക്കാം. അത് ചില ആൾ വെയിറ്റ് കൂടിയിട്ടായിരിക്കും. ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, തൊണ്ടയിൽ ഇതിങ്ങനെ വെയിറ്റ് കൂടിയിട്ട് ഇവർക്ക് കൂർക്കം വലി ഉണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് മാറ്റിയാലേ അവരെ ഉറക്കം ശരിയാകുള്ളൂ. ചില ആൾക്ക് മലന്ന് കിടന്നിട്ട് അവർക്ക് ചെരിഞ്ഞ് കിടക്കേണ്ടി വരും. ചില ആൾക്ക് ഭക്ഷണം നേരത്തെ കഴിക്കും. അപ്പോൾ അതുപോലെ ചില ആൾ എക്സസൈസ് ചെയ്യും. ഞാൻ പണ്ടൊക്കെ എക്സസൈസ് ചെയ്യുമ്പോഴേ ആദ്യം ഈവനിങ്ങിലായിരുന്നു എക്സസൈസ് ഉണ്ടായത്. അപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോഴേ പക്ഷേ എനിക്ക് ഉറക്കം വരില്ല. അപ്പോൾ ഞാനൊരു 12 മണി 2 മണി വരെ എങ്ങനെ അങ്ങോട്ടും തിരിഞ്ഞ് പറഞ്ഞ് കിടക്കും, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ ഡെയിലി ഹോസ്പിറ്റലിൽ പോകുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും എക്സസൈസ് ചെയ്യുന്നു, രാത്രി ഉറക്കം വരില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് രാത്രി എക്സസൈസ് ചെയ്യുമ്പോഴാണ് ഇത് വരിക എന്നുള്ളത് മനസ്സിലാക്കി. ഞാൻ മോർണിംഗിലേക്ക് മാറ്റിയപ്പോൾ പെട്ടെന്ന് നോർമലായി. അപ്പോൾ മിനിമം ഒരു വൈകുന്നേരം എക്സസൈസ് ചെയ്യാതിരിക്കുക. ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂറിലും, നമ്മൾ 10 മണിക്കാണ് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മണി മുമ്പ് എക്സസൈസ് ഫിനിഷ് ചെയ്യണം. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫറ്റീഗ് ആയിട്ട് അങ്ങനെ ആവണമെന്നില്ല. ചില ആൾക്ക് അങ്ങനെ വരാം, പക്ഷെ അത് നേരെ തിരിച്ചാ വരിക. അപ്പോൾ കഴിയുന്ന ഒരു 4 hours മുമ്പെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണം. ഫുഡ് അറ്റ്ലീസ്റ്റ് 2 hours മുമ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ഈ സോഷ്യൽ മീഡിയ, ഈ ബ്ലൂ ലൈറ്റ്, സ്മാർട്ട് ഫോൺ, TV അറ്റ്ലീസ്റ്റ് 1 hour മുമ്പ് നമ്മൾ ഓഫ് ചെയ്യണം. പക്ഷെ പലപ്പോഴും ഇത് കണ്ടുകൊണ്ടാണ് ആൾക്കാർ അതുകൊണ്ടാണ് ഉറക്കം കിട്ടാത്തതും ഉറക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നല്ലത് കുറച്ചൊരു ഭക്ഷണം നേരത്തെ കുറച്ച് പാല്, ഒരു ഗ്ലാസ് ഹോട്ട് മിൽക്ക് കുടിക്കാൻ ശ്രമിക്കുക. കുറച്ച് നടക്കുക. ഈവനിങ്ങിൽ അറ്റ്ലീസ്റ്റ് എക്സസൈസ് ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കാൻ ശ്രമിക്കുക. കുറച്ച് വായിക്കുക. ഈ വായിക്കുന്നതിന് ഭയങ്കര അഗ്രസീവ് സാധനം വായിക്കാൻ പാടില്ല, ഭയങ്കര ഈ സ്റ്റിമുലേറ്റിംഗ് വായിക്കാൻ പാടില്ല. നമുക്ക് ഇൻട്രസ്റ്റ് വരും, ഇൻട്രസ്റ്റ് വായിക്കുമ്പോൾ ഉറക്കം പോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അതേപോലെ തന്നെ ഭയങ്കര നമ്മൾ പെട്ടെന്ന് ഗെയിംസ് കളിക്കുക, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്, അങ്ങനെ ആകുമ്പോഴും ഉറക്കം കിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മളൊരു നോർമൽ കാം മൈൻഡിലേ നമ്മൾ ഉറക്കത്തിൽ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ടൊക്കെ വിളിച്ച് ഫുൾ ഹാപ്പി ആയി കഴിയുമ്പോൾ ഉറക്കം കിട്ടണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കഴിയുന്നത് അങ്ങനത്തെ ഫോണെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളത് ഒരു 1 hour മുമ്പ് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ആ പീരീഡെല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷമേ നമുക്ക് ഉറക്കാൻ വരുള്ളൂ. അല്ലെങ്കിൽ ഉറക്കം കിട്ടില്ല. അതാണ് കുഴപ്പം.